തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ബിജെപി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി സ്ഥാനാർത്ഥികളാണ് QR കോഡ് ഉപയോഗിച്ചുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ ബിജെപി സ്ഥാനാർത്ഥികളുടെയും വോട്ടർ സ്ലിപ്പ് ഈ രീതിയിൽ പുറത്തിറക്കാനാണ് തീരുമാനം. ബിജെപി തിരുവനന്തപുരം നഗരസഭയിൽ ഭരണത്തിലെത്തുന്നതോടെ നഗരസഭാ ഭരണ സംവിധാനത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള പരമാവധി സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാങ്കേതികവിദ്യ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് ഒപ്പം തന്നെ സാധാരണക്കാർക്ക് സാങ്കേതികവിദ്യയിലൂടെയുള്ള ഭരണ സംവിധാനങ്ങളെ വളരെ ലളിതമായി സ്വന്തം സ്മാർട്ട് മൊബൈൽ ഫോണിലൂടെ ഉപയോഗപ്പെടുത്താനും സാധിക്കും. ബിജെപി നഗരസഭയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഹൈടെക് ഭരണ സംവിധാനങ്ങളുടെ ഒരു തുടക്കമെന്ന നിലയ്ക്കാണ് QR കോഡ് സന്നിവേശം ചെയ്ത വോട്ടർ സ്ലിപ്പുകൾ ബിജെപി തിരുവനന്തപുരം നഗരസഭ പരിധിയിൽ വിതരണം ചെയ്ത ബിജെപി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, കോർപ്പറേഷൻ ഭരണം ബിജെപിക്ക് ലഭിക്കും. ആ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഭരണം മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ലഭ്യമായിട്ടുള്ള എല്ലാ പുതിയ സാങ്കേതിക വിദ്യകളും ഞങ്ങൾ ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങളെ ടെക്നോളജിയുമായി ഫെമിലിയർ ആക്കും എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ തുടക്കം തെരഞ്ഞെടുപ്പ് പ്രവർത്തന സമയത്ത് തന്നെ ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, എല്ലാ തെരഞ്ഞെടുപ്പിനും വോട്ടർമാർക്ക് സ്ലിപ്പ് വീട്ടിൽ ചെല്ലും. അവരെവിടെയാണ് വോട്ട് ചെയ്യേണ്ടത്, പോളിംഗ് സ്റ്റേഷൻ്റെ നമ്പറൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുന്ന സ്ലിപ്പിൽ 2 QR കോഡ് ഉണ്ടാവും. ഇതാ ഇവിടെ 2 QR കോഡ് ഉണ്ടാവും. അതിൽ താമര ചിഹ്നത്തിന് താഴെയുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ ബിജെപിയുടെ അഭ്യർത്ഥന ഒരു 45 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ബിജെപിക്ക് ഭരണം ലഭിച്ച ശേഷം 45 ദിവസത്തിനകം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമെന്നുള്ള സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം അടങ്ങുന്ന ആ അഭ്യർത്ഥന ലഭിക്കും. രണ്ടാമത്തെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആ വോട്ടർക്ക് അദ്ദേഹം ഏത് പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ട് ചെയ്യേണ്ടത് അവിടുത്തെ റൂട്ട് കാണിക്കുന്ന ഗൂഗിൾ മാപ്പിൽ റൂട്ട് തെളിഞ്ഞു വരും. ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ലിപ്പിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബിജെപിയാണ്. ഇതൊരു സന്ദേശമാണ്. ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ ഭരണം സുതാര്യമാക്കുവാനും വേഗത്തിലാക്കുവാനും ലഭ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും ഞങ്ങൾ ഉപയോഗിക്കും. ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിലായിക്കോട്ടെ, അതുപോലെ തന്നെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പണമടയ്ക്കുന്നതിലായിക്കോട്ടെ, എല്ലാം ഞങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. അതിൻ്റെ ഒരു സന്ദേശം കൂടിയാണിത്. ഇത് സംസ്ഥാന അധ്യക്ഷൻ ഈ വാർഡിലെ സിറ്റിംഗ് കൗൺസിലർ പത്മയ്ക്ക് സ്ലിപ്പ് കൊടുത്തുകൊണ്ട് ആദ്യത്തെ ഉദ്ഘാടനം നടത്തുകയാണ്. ഹൈടെക് വോട്ടർ സ്ലിപ്പർ 2 QR കോഡുകൾ ഉണ്ടാകും. ആദ്യത്തേത് സ്കാൻ ചെയ്താൽ വോട്ടർക്ക് ബിജെപി സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയുൾപ്പെടെയുള്ള വികസന വാഗ്ദാനങ്ങൾ കാണാൻ സാധിക്കും. രണ്ടാമത്തെ QR കോഡ് സ്കാൻ ചെയ്താൽ വോട്ടറുടെ വോട്ടിംഗ് ബൂത്തിലേക്കുള്ള വഴി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മൊബൈൽ ഫോണിൽ തെളിയും. ബിജെപി ഭരണത്തിൽ വന്നാൽ നഗരസഭയുടെ സേവനങ്ങൾക്ക് പണം അടയ്ക്കുന്നതും നഗരസഭയിലെ വീടുകളിലെ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും സാങ്കേതികവിദ്യയിലൂടെ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതിൻ്റെ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഹൈടെക് വോട്ടർ സ്ലിപ്പുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഹൈടെക് വോട്ടർ സ്ലിപ്പുകളുടെ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബിജെപി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയന്റെ സാന്നിധ്യത്തിൽ ബിജെപി സംസ്ഥാന സെക്രട്ടറി VV രാജേഷ് ഹൈടെക് വോട്ടർ സ്ലിപ്പിന്റെ അവതരണം നടത്തി. M5 ന്യൂസ്, തിരുവനന്തപുരം.